enemy thrives in ignorance. നമ്മൾ അറിവില്ലായ്മയാൽ നശിച്ചു പോകുന്നു. തോൽവി പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടാണ് സംഭവിക്കുന്നത്. ഞാൻ ആരെന്നും എൻ്റെ പദവി എന്തെന്നും അറിഞ്ഞിരുന്നു എങ്കിൽ ഞാൻ എൻ്റെ അവകാശം പ്രാപിച്ചെടുക്കാൻ ശ്രമിച്ചേനെ. പക്ഷേ പരിശ്രമിക്കുന്ന പോലുമില്ല. കാരണം അത് കിട്ടത്തില്ലല്ലോ. പിന്നെ എന്തിനാ? നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ചിന്തിക്കത്ത് പോലുമില്ല. ഇപ്പോൾ സാധാരണ ഒരാൾക്ക് ഒരു വലിയ വീട് വെക്കണമെന്ന് അവർ ചിന്തിക്കത്തേ ഇല്ല. ബിക്കോസ് ഇറ്റ്സ് ബിയോണ്ട് ദെയർ തിങ്കിങ്. പക്ഷേ ഒരു 2-3 മുറിയുള്ള ഒരു ചെറിയൊരു വീടുണ്ടാക്കണം, അതിന് ചിന്തിക്കാൻ തുടങ്ങും. അപ്പം എന്നാൽ പണമുള്ളവൻ വലിയ വീടുണ്ടാക്കും, കൊട്ടാരം ഉണ്ടാക്കണം, ഇങ്ങനെയൊക്കെ ചിന്ത വരും. അപ്പോൾ പദവി ഓരോ തരത്തിലാണ് നമ്മുടെ ചിന്തകൾ വരുന്നത്. പക്ഷെ ഇതൊക്കെ ചെയ്യാമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ആ വലിയ വീട് പണിയാൻ അവർ പരിശ്രമിക്കുന്നത് പോലും. ചെറിയൊരു കുടിലിനകത്താണ് ജീവിക്കും. പക്ഷെ പലപ്പോഴും ആത്മീയ ഗോളത്തിൽ നമുക്ക് എന്താണെന്നോ ആരെന്നും നമ്മൾ ആക്കാത്തതിനാൽ പിശാച് നമ്മളെ എന്നും തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളെ തന്നെയല്ല, നമ്മുടെ തലമുറകളെ, നമ്മുടെ ബിസിനസ്സിനെ, നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങൾ, നമ്മുടെ കൃഷിഭവനങ്ങൾ, കൃഷി വിളവെടുപ്പ്, അത് നമ്മൾ എവിടെയെല്ലാം കാല് ചവിട്ടുന്ന അവിടെയെല്ലാം ഇവന് ആധിപത്യം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഭൂമിയൊന്ന് വാങ്ങിച്ചു നോക്കി, നമ്മൾ വാങ്ങിച്ചാൽ അത് അവർ തരിശായിട്ട് എടുക്കും. വേറെ എല്ലാവർക്കും കിട്ടാമെങ്കിൽ അവരത് പ്രയത്നിച്ച് എങ്ങനെയെങ്കിലും ഒരു കഷ്ടപ്പെട്ട് അത് ഫലഭൂയിഷ്ടമാക്കും. അപ്പം കർത്താവ് തന്നെ പറയുന്നു, എൻ്റെ ജനതയെപ്പോലെ ഇത്ര തീഷ്ണതയില്ലാത്തവരെന്തുകൊണ്ട്. നമ്മൾ ദൈവം എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാലും കർത്താവ് ചെയ്തതിൽ ഉറച്ചു വിശ്വസിക്കായികയാൽ പല കാര്യങ്ങൾ. പിന്നെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് വരുമ്പോൾ പ്രവൃത്തി വരും. അത് വേറെ തരത്തിലുള്ള പ്രവൃത്തി. അത് നമുക്ക് ഉറപ്പുണ്ട്, ഇത് ചെയ്താൽ ഇത് നടക്കുമെന്ന്. ഒരു കർഷകൻ്റെ കയ്യിൽ വിത്ത് എത്ര നല്ലതാണെങ്കിലും കയ്യിൽ വെച്ചിരിക്കുന്നിടത്തോളം കാലം അത് കിളുക്കാൻ പോകുന്നില്ല. അത് കൊണ്ടുപോയി നല്ല മണ്ണിലിട്ട് അത് പരിചരിച്ചാൽ അത് കിളുത്ത് വരും. അതുപോലെയാണ് ഈ വചനം നമുക്ക് കർഷകൻ്റെ കയ്യിലെ വിത്ത് പോലെയാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. കർത്താവ് പറയുന്നത് അതുകൊണ്ടാണ്, എൻ്റെ ജനം അറിവില്ലായ്മയാൽ നശിച്ചു പോകുന്നു. ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. നിയമം അറിയാതിരിക്കുന്നത് നിനക്കൊരു അതൊരു പരിചയമായിട്ട് വെക്കാൻ ഒക്കില്ല. അതിൻ്റെ മറവിൽ നിന്നാൽ നീ ജയിക്കൂല. നിയമം അറിയേണ്ടിയവൻ അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ 70 മൈൽസ് സ്പീഡ് ഇട്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ സ്കൂളിൻ്റെ അവിടെയൊക്കെ വരുമ്പം 30, 25 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ നിയമം അറിയാതെ നമ്മൾ അതിലൂടെ 70 മൈൽ സ്പീഡിൽ ഓടിയാൽ തീർത്തും 70 കിലോമീറ്റർ ഓടിയാലും പോലീസ് പിടിക്കും, ചാർജ് ചെയ്യും. എന്താ? നിയമം അവിടെ എഴുതി വെച്ചിരിക്കുന്നു. നമ്മൾ അറിഞ്ഞില്ലാത്തതുകൊണ്ട് എനിക്ക് ഫൈൻ അടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അടിക്കും. അതുപോലെ തന്നെയാണ് ആത്മീയ ഗോളത്തിൽ ദൈവം നിയമങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ പ്രയോജനത്തിന് വേണ്ടിയാണ്. അവ നമ്മൾ എടുത്തുപയോഗിക്കണം. അപ്പം നമ്മൾ എന്തുമാത്രം പവർ അല്ലെങ്കിൽ ശക്തിയുള്ളവരാണെന്ന് പിശാചിനറിയാം, നമുക്ക് എന്തുമാത്രം ശക്തിയുണ്ടെന്ന്. അതുകൊണ്ട് ഇന്ന് മുതൽ ദൈവം എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന പദവിക്ക് അനുയോജ്യമായിട്ട് ഞാൻ പ്രവർത്തിക്കാൻ പോകും. ഒരു തീരുമാനമാണ്. ഐ ഡിസൈഡ് ടുഡേ I am going to speak like Jesus said. ദൈവം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് സംഭവിച്ചിട്ടുണ്ട്. വാഗൊണ്ട് ദൈവം ചിന്തിച്ചിട്ടാണ് പറയുന്നത്, നമ്മളോട് ചിന്തിക്കാൻ പറയുന്നില്ല. ദൈവം വളരെ കാൽക്കുലേറ്റഡായിട്ട് ചിന്തിച്ച് കഴിഞ്ഞിട്ട് അത് പറയുമ്പോൾ അത് സംഭവിക്കുന്നു. നമ്മളും ദൈവത്തെ പോലെ പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു ദിവസം നമ്മൾ പറയും അത് നടക്കും. ചില സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട് അത് തീർത്തും നടക്കും. അതുവരെ നടക്കത്തില്ലെന്ന് പറഞ്ഞ ആൾ പിറ്റേ ദിവസം നടക്കുമെന്ന് പറഞ്ഞാൽ, കാരണം ഉള്ളിൽ അവർക്ക് ഒരു ബലം വന്നു. ദൈവവചനത്തിൽ കൂടോ ആരെങ്കിലും പറഞ്ഞിട്ടോ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടോ ആ ബലം വന്നു. പിന്നെ അവരത് പിടിച്ചു നിന്നത് വാങ്ങിച്ചെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളോട് പറയുന്നത്, your faith can shake the foundation of the devil. നമ്മുടെ വിശ്വാസം ഇത് ടാഞ്ചിബിൾ അല്ല. തൊടായിരുന്നെങ്കിൽ നമുക്ക് പിടിക്കായിരുന്നു. ഇത് തൊടാനൊക്കാത്ത വണ്ണം അദൃശ്യമായ മണ്ഡലത്തിൽ കളിക്കുന്ന ഒരു കാര്യത്തിലാണ് നമ്മൾ ഇടപെടുന്നത്. ശത്രുവിനോട് നമ്മൾ ജയമെടുക്കണമെങ്കിൽ വിശ്വാസ വീരന്മാരായിട്ട് നിൽക്കണം. വിശ്വാസം, എന്നെ സൃഷ്ടിച്ചവൻ എന്നെ ഇട്ടേച്ച് പോകൂല. എൻ്റെ ആപത്തിൽ അവൻ മാറി നിൽക്കത്തില്ല. എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ മക്കൾ മാറി നിൽക്കും. അപ്പച്ചൻ അവരുടെ കൂടെ ഉണ്ട്. കാരണം ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതിനാൽ അവരുടെ കൂടെ ഉണ്ട്, എനിക്ക് ഉറപ്പുണ്ടെന്ന് നമ്മൾക്ക് പറയുമ്പോൾ വേറൊരാശ്വാസമാണ്. അത് നമ്മൾ വീടുകളില്ലാത്തവർ ഞാൻ കണ്ടിട്ടുണ്ട്. റോഡിൽ കിടന്നുറങ്ങുന്നവർ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? ദാറ്റ് ഈസ് ഗോഡ് ദെയർ ഓൾസോ. ഭൂമി ഇപ്പോഴും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. പിന്നെ കുറേ
അട്രോസിറ്റീസ് അല്ലെങ്കിൽ അനാവശ്യങ്ങൾ നടക്കുന്നത് മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ദ ലയൺ ഓഫ് ജൂഡ ലീവ്സ് വിതിൻ യു, ഹി ലീവ്സ് ഇൻസൈഡ് യു, യു നീഡ് മോർ സ്ക്രിപ്ചർ ഇൻ ഫെയ്ത്ത്, ദ ഫൈറ്റ് ഈസ് ഓൾറെഡി വൺ. അതായത് യഹൂദയുടെ സിംഹം പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പം തൊട്ട് യേശു പറയുന്നുണ്ട്, ഞാൻ പരിശുദ്ധാത്മാവിനെ അയച്ചു തരാം, പരിശുദ്ധാത്മാ നിങ്ങളിൽ വസിക്കുക. എബൈഡിങ് ഇൻസൈഡ്, എബൈഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിൽ വസിക്കുക എന്നുള്ളതാണ്, പുറത്തുപോലും അല്ല. ബിക്കോസ് എവിടെ ഐ എം സ്പീക്കിംഗ് ഈ സ്പീക്കിംഗ് ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അത് പറയുന്നത് ചിലർക്കത് കൊണ്ടിട്ട് ഇത് പ്രയോജനമായിട്ട് ഇന്ന് തന്നെ മാറും, ചിലർക്ക് സമയമെടുക്കും. പക്ഷെ തീർത്തും പരിശുദ്ധാത്മാവിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ എവറി വേർഡ് വിച്ച് വി അട്ടർ ഇറ്റ് ഹാസ് ഗോട്ട് പവർ. അതേപോലെയാണ് ചിലർ നാശം വിളിച്ചു പറയുന്നത്, ശാപം പറയുന്നവരുണ്ട്, വല്യമ്മച്ചിമാരൊക്കെ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അത് ആ കുടുംബത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എത്ര നാൾ പ്രാർത്ഥിച്ചിട്ട് അത് മാറ്റുന്നതെന്നറിയാം. വേണ്ടാത്തത് പറയരുത്, വേണ്ടാത്ത പറയുന്ന സ്വഭാവം നമ്മളിൽ നിന്ന് എടുത്ത് കളയട്ടെ. അഴുക്ക് ചിന്തകൾ ഉണ്ടാകല്ലേ. ഈ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം ആ അഴുക്ക് ചിന്തകൾ, പക്ഷേ ചിന്തയ്ക്ക് പോലും ആത്മീയ ഗോളത്തിൽ ശക്തിയുണ്ട്. അതൊരു മല പോലെ പലരും, ഞാനൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ, അവരങ്ങനെയാണ്. പിന്നെ ഞാനങ്ങ് ക്ഷമിക്കുക. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം, ഈ തലയ്ക്കകത്ത് എത്രയോ അഴുക്ക് ചിന്ത അവരെക്കുറിച്ച് കിടപ്പുണ്ട്, പിന്നെ അത് പറയുന്നില്ലെന്ന്. ഈ ചിന്തയ്ക്ക് ശക്തിയുണ്ട്. അതെല്ലാം തുടച്ചു മാറ്റി കർത്താവിൻ്റെ മഞ്ഞയച്ചിട്ട് നീ ബന്ധനങ്ങൾ അഴിച്ചു കൊടുത്ത് നേരിലേക്ക് കാണാൻ തക്കവണ്ണം അവരുടെ എൻ്റെയും ഹൃദയത്തെ തുറക്കണമേ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ശത്രുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശത്രുവല്ല, മനുഷ്യനല്ല, പിശാച. അപ്പോൾ ഫൈറ്റ് ഈസ് ഓൾറെഡി വൺ. And the devil know that you are unstoppable. Declare the word. Spiritual warfare is not silent. Speak out aloud. Bible is meant to be declared. അതായത് നമ്മൾ ഇപ്പം പോകുന്ന യുദ്ധത്തിൽ ഓൾറെഡി വിജയം നേടിക്കഴിഞ്ഞെന്ന് അവിടെ നിർത്താം. അതൊരു വലിയ പോയിൻ്റാണ്. ഞാൻ എൻ്റർ ചെയ്ത യുദ്ധത്തിൽ, എൻ്റെ മക്കളെക്കുറിച്ചുള്ള ഭാരത്തിൽ, അത് ദൈവം ഓൾറെഡി യുദ്ധം ജയിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ജോലി ദൈവം ചെയ്ത പ്രവൃത്തി അധികാരമായിട്ട് വിളിച്ചു പറയുക. അതിന് തന്നെ ദൈവം പറയുന്നത് എനിക്ക് എൻ്റെ വീട്ടിൽ, എൻ്റെ മക്കളുടെ മേലെ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ പറയാൻ ആരാ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്? ആരും നിർത്താനൊക്കത്തില്ല. അത് ചെറിയ കാര്യത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ചെടുക്കുന്നതാണല്ലോ പുറത്ത് പറയാൻ സാധിക്കുന്നത്. അപ്പം ഇത് സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത് ഈ സമയത്ത് വായ അടയ്ക്കരുത്. വി ഹാവ് ടു സ്പീക്ക് ഇറ്റ് അലൗഡ്. എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിലുകൾ ചാടിക്കയറും. സങ്കീർത്തനം 18 എൻ്റെ ദൈവത്താൽ ഞാൻ ഈ ശത്രുക്കളുടെ മേലെ പാഞ്ഞു കയറും, ഞാൻ ജയമെടുക്കും. അത് ഉരുപ്പിടിച്ച വാളുമായിട്ട്. അപ്പോൾ ഇത് പറയണമെന്ന് അപ്പം നമ്മൾ ആത്മീയ ഗോളത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പം കാണുന്നത്, ഒരാൾ തന്നെ പ്രാർത്ഥിക്കാൻ കഴിവ് കുറവാണെങ്കിൽ അതേ പ്രോസസ്സിൽ കൂടെ പോയിട്ട് അതേ വിഷമത്തിൽ കൂടെ പോയി ജയിച്ചിട്ടുള്ളവരെ ദൈവം കൂട്ടിന് തരും. എന്തിനാന്ന്? അവർക്കറിയാം ഇതിൻ്റെ പടി എന്തുവാന്ന്. നീതിമാന്മാർ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത്. അവരെങ്ങനെയാണ് ഈ കാര്യം നേടിയെടുത്തതെന്നുള്ളത് നമ്മളെ കാണിച്ചു തരുമ്പോൾ നമുക്ക് പിന്നെ എളുപ്പമാണ്. ഒരാൾ ചവിട്ടുപടി കാണിച്ചു തന്നു, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അപ്പം സ്പിരിച്വൽ അതോറിറ്റി, ആത്മീക അധികാരത്തെ പറയണം. സ്പീക്ക് വാട്ട് ഗോഡ് ഹാസ് സെഡ്. അപ്പം പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മൾ പറയുമ്പോൾ ദൈവവുമായിട്ടല്ലേ, ഹെവനുമായിട്ട് വി അലൈൻ ചെയ്യുകയാണ്. ദൈവ ഇഷ്ടമാണ് വിളിച്ചു പറയുന്നത്. ദൈവ ഇഷ്ടം ഒരിക്കലും നമ്മളെക്കുറിച്ച് തിന്മയല്ല. പിന്നെ വഴി തെറ്റിപ്പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വഴി നേരെ ആക്കാൻ പ്രാർത്ഥിക്കാമല്ലോ. അതിനിപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ടല്ലോ. അപ്പം നമ്മുടെ ചുറ്റുമുള്ള എയറിന്, എനിക്ക് ചുറ്റുമുള്ള ഈ സ്ഥലത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനമുണ്ട്. അത് എത്രമാത്രം വ്യാപരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് സ്ട്രോങ് യു ആർ ഇൻ ദ സ്പിരിറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മൈക്ക് എടുത്ത് വെച്ച് എല്ലാ ദിവസവും ഇതിൻ്റെ മുകളിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്നും കാണാൻ സാധിച്ചേനെ. പക്ഷെ പരിമിതികളുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലപ്പോഴേ അത് സമ്മതിക്കത്തുള്ളൂ. നമ്മളൊരു കൺവെൻഷൻ നടത്തുക, ഒരു മീറ്റിംഗ് നടത്തുക, അവിടെ എല്ലാവരും കൂടെ കൂടുമ്പം പലപ്പോഴും വചനം കേൾക്കുന്നത് അനേക മക്കൾക്ക് അതൊരു പ്രയോജനമാണ്. റിഫ്രഷിങ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ പണത്തിൻ്റെ കാര്യത്തിൽ, വിവാഹത്തിൻ്റെ കാര്യത്തിൽ, ജീവിതത്തിൽ ഒക്കെ ഭയം വന്ന് ഈ പിശാച് നമ്മളെ പേടിപ്പിക്കുന്നു എന്നുള്ളതിന് എതിരായിട്ട് 2 തിമോത്തി 1:7 എടുത്തിട്ട് പറയണം. ഏതെങ്കിലും ഭയം വരുന്നതെങ്കിൽ നമ്മൾ ഉടനെ ആ ഭയത്തിനെതിരായിട്ട് 5 വാക്യമെങ്കിലും വചനം കൊണ്ട് കണ്ടിട്ടിക്കണം.
ഭയമുണ്ട്. 2 തിമോത്തി 1:7 ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല എനിക്ക് തന്നിരിക്കുന്നു, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവ് എനിക്ക് തരുന്നു. എന്നിലുള്ള ദൈവം ഈ ലോകത്തിലുള്ള ശക്തിയെക്കാട്ടി വലുതാണ്. 2, 3 കർത്താവേ, ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഇനി കാണുകയില്ല. ഇന്ന് കണ്ട മിസ്രൈമിന് അവൻ ശത്രു എനിക്ക് മുമ്പ് വന്ന് മാറിപ്പോയിരിക്കുന്നു. യഹോവ എഴുന്നള്ളുന്നു, ശത്രുക്കൾ ചെതറിപ്പോകുന്നു. ഇങ്ങനെ ഒരു 5 വാക്യം ഇതിനെതിരായിട്ട് മാത്രം എഴുതിയിടണം ഭയത്തിന്. എന്നിട്ട് അത് റിപ്പീറ്റഡ്ലി ഉറക്കെ പറയുമ്പം ഒറ്റ ദിവസത്തിനകം നമ്മുടെ ഉള്ളിലെ ഭയം മാറും. ഇപ്പോൾ എല്ലാവരും നന്നാക്കാനല്ല ഇനി പറഞ്ഞു, അവനവൻ നമ്മൾ മാറുമ്പം ചുറ്റുപാടും മാറുമെന്ന്. നമ്മളിലാണ് മാറ്റം. നമ്മളിൽ ഈ മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ട് ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിരിക്കുന്നത്, ദ ചേഞ്ച് ദാറ്റ് ഐ നീഡ് ടു സീ ഇൻ ദ വേൾഡ് ഈസ് ദ ചേഞ്ച് ഇൻസൈഡ് മീ. അതാണ് ബിബ്ലിക്കലി ട്രൂത്താണ് പറയുന്നത്. എന്നിൽ മാറ്റം വരണം. ഞാൻ ആരെ, ഞാൻ എന്ത്, ഞാൻ ആരെ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ജെറമയ പറഞ്ഞല്ലോ, ശത്രു നിനക്കെതിരായിട്ട് വരും, പക്ഷെ നീ ജയിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ നിന്നെ ഉറപ്പുള്ള ഒരു കോട്ടയായിട്ട് വെച്ചിരിക്കുക. ഇതുകൊണ്ട് ഈ ഫീലിങ്സിലും ഇമോഷൻസിലും ഓപ്പറേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. നമുക്കുള്ളത് എനിക്കെതിരായിട്ടുള്ള യുദ്ധം കാൽവറി ക്രൂശിൽ ജയിച്ചിരിക്കുക. അവിടെ ഇമോഷനോ ഫീലിംഗ് ആയിരുന്നെങ്കിൽ യേശു അപ്പച്ചൻ ഓടിപ്പോയനല്ലോ. അതൊരു ഡ്യൂട്ടിയാണ്. ഞാൻ വന്നിരിക്കുന്നത് ഇതിനാണല്ലോ ഞാൻ വന്നത്. ആദ്യ ദൈവം പറയുന്നുണ്ട്, പിതാവിനോട് പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുക്കണേ. കാരണം ഇത് ഡിഫിക്കൽട്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ സെഡ് ലെറ്റ് ഇറ്റ് ബി ഡൺ. അങ്ങനെ ചെയ്തത് അത് ചെയ്തത് നമുക്ക് നന്മയായി. സോ ഹി വാസ് ആൻ ഓവർകമ്മർ. മരണത്തെ ജയിച്ചവനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. പിന്നെന്താ പേടിക്കാനും? മരണത്തെ ജയിച്ചു കാര്യങ്ങൾ ചെയ്തെടുക്കാൻ. ബിസിനസ്സിനായിരുന്നു വലയെറിഞ്ഞാൽ 2 ബോട്ട് നിറച്ച് മീൻ കിട്ടും പറയുമ്പം വരുന്നവൻ എൻ്റെ കൂടെ നിൽക്കുന്നത്. പലിശ കൊടുക്കാനല്ലേ, അല്ലെന്താ ടാക്സ് കൊടുക്കാൻ കാശില്ല. മീനോട് പോയി മീൻ്റെ വായിക്കാത്തുനിന്ന് ആവശ്യമുള്ളതിന് അമ്മ എടുത്ത് കാശ് കൊടുപ്പിച്ച ദൈവമാണ്. പിന്നെന്താ? ഇതൊക്കെ ചെയ്യുന്ന ഒരു ദൈവം നമുക്ക് ഇപ്പോഴും ഉണ്ടെന്നേ. ദൈവത്തിന് ഈ ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. എത്രയോ ഡെയിലി അനുഭവങ്ങൾ ഓരോരുത്തർ എന്നെ വിളിച്ച് പറഞ്ഞ് കേൾക്കും. ദൈവം ഇതൊരു സ്നേഹിക്കുന്നൊരു ദൈവം. അതായത് നമ്മൾ സ്റ്റാൻഡ് ഓൺ ദ വിക്ടറി സ്റ്റാൻഡ്. നമ്മൾ ജയിച്ചിടത്ത് നിൽക്കുക. നമ്മുടെ അറിവില്ലായ്മ നമ്മളെ നശിപ്പിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. അതാ അറിവില്ലായ്മ ഞങ്ങളെ ഇല്ലാതാക്കും. നീ കാണുന്നുണ്ടല്ലോ, ഇത് ഞങ്ങൾക്ക് അറിവില്ലായ്മ വരുമ്പോൾ അത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ പടരുകയാണ്. അറിവുള്ള കുറേ പേര് സത്യവചനം ഒന്ന് ശക്തമായിട്ടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നിക്കാറില്ലേ പക്ഷേ? അങ്ങനെയുള്ള ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നവർ പറഞ്ഞാൽ ദേശം ഉണരത്തില്ലേ കർത്താവേ? അതാണ് ഇവിടെ ആവശ്യം ഞങ്ങൾക്ക്. കർത്താവേ, ഓരോ കുടുംബങ്ങളിലും ഓരോ ചെറിയ കണ്ണികളിൽ ഒരു സ്പാർക്ക് പോലെ, തീ പോലെ വന്നാൽ അത് ചുറ്റിപ്പടരും. ഒരു ചെറിയ കമ്പ് വിറകടത്തിൻ്റെ ഇടയ്ക്ക് കത്തിച്ചാൽ ബാക്കിയുള്ളതിലെല്ലാം തീ കത്തും. അതുതന്നെയാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഞങ്ങളെ കത്തിച്ചേ പറ്റൂ. ജീവൻ്റെ ആത്മാവിനെ കൊണ്ട് തീ കത്തിക്കണം കർത്താവേ. ഞങ്ങൾ പേടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും അളവ് നൂല് നല്ലൊരു ദേശത്ത്, എൻ്റെ അവകാശത്തിനും പാനപാത്രത്തിൻ്റെയും ഉടമസ്ഥൻ യഹോവ തന്നെ. അവൻ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് ചെയ്തിരിക്കുന്നു. അളവ് നൂല് നല്ലൊരു ദേശത്ത് വീണിരിക്കുക. പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? പലപ്പോഴും ഭയം കയറി വരുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മ മുമ്പിൽ വന്നിട്ട് ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾ ഓർത്തിട്ട് നന്ദിയോടെ പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. അതെ, നിൻ്റെ ആത്മാവ് യഹോവ ഭക്തനായ പുരുഷൻ ഭാഗ്യവാൻ. അവൻ ദേശത്തെ പ്രബലനായിട്ടിരിക്കും. അവൻ്റെ സമാധാനം വലുത്. അവൻ്റെ മക്കൾ ദേശത്തെ അവകാശമാക്കും. ഇതൊക്കെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളല്ലേ അപ്പച്ച? അതെല്ലാം പറയാനുള്ള കൃപത അപ്പച്ച പറയട്ടെ. കുറച്ച് നാൾ പറഞ്ഞു കഴിയുമ്പോൾ അതിന്മേൽ ശക്തമായ പ്രവർത്തനം ഉണ്ടാകും. നീ പ്രവർത്തിക്കുന്ന ദൈവം തന്നെ. ഒരു വാക്യം നിൻ്റെ ആത്മാവിൽ പറയണമെങ്കിലും കൃപ വേണം. അതായിരുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനാലും ഇന്നുവരെയും അതിശയകരമായ വിധത്തിൽ നടത്തിയ ദൈവം ഇനിയും നടത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.